25% അധിക ചുങ്കമടക്കം നിലവിൽ ഇന്ത്യൻ വസ്തുക്കൾക്ക് 50%മാണ് അമേരിക്ക ഏർപ്പെടുത്തുന്ന നികുതി. ഇതിൽ ഇനിയും വർധനയുണ്ടാകുമെന്ന സൂചനയാണ് അമേരിക്കൻ ഭരണകൂടം നൽകുന്നത്. ഇതുവഴി ഇന്ത്യക്കല്ല റഷ്യയ്ക്ക് നേരെ വലിയ തന്ത്രങ്ങളാണ് അമേരിക്ക നടത്തുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ അധിക താരിഫ് ചുമത്തുമെന്നാണ് വിവരം. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇത്തരത്തിൽ അധിക നികുതി ഏർപ്പെടുത്തുക വഴി റഷ്യൻ വിപണി നിലംപൊത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഇന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതികാര തീരുവയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നീങ്ങുന്നതിന്റെ ഭാഗമായി ബ്രിക്സ് രാജ്യങ്ങളുടെ ഓൺലൈൻ ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. ബ്രസീൽ പ്രസിഡന്റ് ലുലാ ദാ സിൽവയാണ് ബ്രിക്സ് വെർച്വൽ യോഗം വിളിച്ചത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. സംഘടനാ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചേക്കും. ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്ക് 10 നിന്ന് 50% തീരുവയാണ് ട്രംപ് ഭരണകൂടം ചുമത്തുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കെതിരെയും 50% തീരുവ പ്രയോഗിച്ചിരിക്കുക. ഇതിനെതിരെ കടുത്ത നിലപാടാണ് ഇരു രാജ്യങ്ങളും സ്വീകരിച്ചത്. റഷ്യക്കെതിരെ തീരുവ വർധനവിന് തയ്യാറാണെന്നും യൂറോപ്യൻ യൂണിയൻ സുഹൃത്തുക്കൾ തങ്ങളെ പിന്തുടരുമെന്നാണ് പ്രതീക്ഷയെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വിലയിൽ കൂടുതൽ വിലക്കിഴിവ് റഷ്യ നൽകിയിരിക്കുകയാണ്. ബാരലിന് $3 മുതൽ $4 വരെ വിലക്കിഴിവാണ് നൽകുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് US ഇന്ത്യക്ക് മേൽ ഉയർന്ന താരിഫ് ചുമത്തുന്നതിനിടെയാണ് ഈ വിലക്കിഴിവെന്നത് ശ്രദ്ധേയമാണ്. സെപ്റ്റംബർ മാസം അവസാനവും ഒക്ടോബറിലും കയറ്റുമതി ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള യുറാൾസ് ഗ്രേഡിൽപ്പെട്ട ക്രൂഡ് ഓയിലിന് ഇതിനകം തന്നെ വിലക്കിഴിവ് നിശ്ചയിച്ചു കഴിഞ്ഞു. ജൂലൈ മാസത്തിൽ ബാരൽ 1 നൽകിയിരുന്ന $1 വിലക്കിഴിവ് കഴിഞ്ഞയാഴ്ചയോടെ $2.5 വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. 2022 മുതലാണ് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ വൻ വർധനയുണ്ടാകുന്നത്. 1% താഴെ നിന്ന് 40%-ഓളം എത്തി നിൽക്കുകയാണ് ഈ വളർച്ച. 5.4 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യയുടെ പ്രതിദിന ഇറക്കുമതി. 2024-2025 ഇറാഖ്, സൗദി അറേബ്യ, UAE, US എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ മറികടന്ന് റഷ്യയിൽ നിന്നായിരുന്നു ഇന്ത്യ 36% ഇറക്കുമതി ചെയ്തത്. ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കാൻ നീക്കം നടത്തുന്ന ട്രംപ് ഭരണകൂടം റഷ്യയുമായുള്ള രാജ്യത്തിന്റെ ക്രൂഡ് വ്യാപാരത്തിനുമേൽ സമ്മർദ്ദം ഘടിപ്പിച്ചിരുന്നു. യുക്രൈനിലെ കൂട്ടക്കൊല നിർത്താൻ എല്ലാവരും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ ഇന്ധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തിയായിരുന്നു ഇന്ത്യക്കെതിരെ ട്രംപ് തീരുവ ഏർപ്പെടുത്തിയത്. 25% തീരുവയായിരുന്നു ഇന്ത്യക്കെതിരെ ആദ്യം ട്രംപ് പ്രഖ്യാപിച്ചത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായ താക്കീത് അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാവാത്തതിനെ തുടർന്നാണ് 25% കൂടി അധികമായി ചുമത്തിയത്. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. സാമ്പത്തിക വാണിജ്യ പരിഗണനകൾ കണക്കിലെടുത്താണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. വിലനിരക്ക്, ചരക്കു നീക്കത്തിനുള്ള സൗകര്യം തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിക്കും. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചിലവുള്ളതും കൂടുതൽ വിദേശ നാണ്യം ചിലവഴിക്കുന്നതും ക്രൂഡ് ഓയിലിനു വേണ്ടിയാണ്. അതുകൊണ്ട് സംശയമില്ലാതെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ധനമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.